നമ്മുടെ പല്ലിനിൽ പോട് വരുമ്പോൾ നമുക്കതിനെ ഏത് സ്റ്റേജിൽ ചികിത്സിക്കണം എന്നുള്ളതിന് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ ലൈറ്റ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല്ലിൽ പോട് വരുന്നത് എപ്പോഴും പല്ലിൻ്റെ ഏറ്റവും പുറത്തെ പാളിയായ ഇനാമലിൽ ഭക്ഷണാവശിഷ്ടങ്ങളിരുന്ന് അതിൽ അണുക്കൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ആസിഡൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. പക്ഷേ ഈ ഇനാമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഖം പോലെയോ അല്ലെങ്കിൽ മുടി പോലെയൊക്കെ ഇതൊരു ജീവനില്ലാത്ത ഒരു പാളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പോട് വന്നാൽ നമ്മളിതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അറിയില്ല. നമുക്ക് പോട് വന്നാൽ പോലും നമുക്ക് കാര്യമായ ശല്യങ്ങളൊന്നും ഇനാമിൽ പോട് വരുമ്പോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ 90% ആളുകളും ഇനാമിലിൽ പോട് വരുന്നത് ഒന്നുകിൽ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? പല്ലിലെ പോട് ഇനാമലിൽ നിന്ന് പതുക്കെ പല്ലിൻ്റെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻറ്റീൻ എന്ന പാളിയിലേക്ക് പടരും. അപ്പോൾ നമുക്ക് പലർക്കും ചെറിയ പുളിപ്പ്, തണുത്ത വെള്ളം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെറിയ പുളിപ്പ്, ചിലപ്പോൾ മിക്കവാറും നമ്മളതൊരു സാധാരണ സ്വാഭാവികമായൊരു പ്രതികരണമാണെന്ന് കരുതി അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പുളിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷനാണ്.